ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC 4th യൂണിറ്റ് വുഡ്ലാൻഡ് വിസ്പേഴ്സ്. ഈ യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ നമുക്ക് പഠിക്കാനുള്ളത് ശാകുന്തളം ബൈ കാളിദാസ. ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് റൈറ്റർ ആയിട്ടുള്ള കാളിദാസ എഴുതിയ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡ്രമാറ്റിക് ആയിട്ടാണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം അവിടെ ഓദർ കാളിദാസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് അബൌട്ട് അവർ ഓദർ കാളിദാസ. കാളിദാസ who wrote the classical Sanskrit in ancient India's greatest poet and playwright. പ്രാചീന ഇന്ത്യയിലെ മഹാനായ കവിയും നാടക രചയിതാവുമായിരുന്നു കാളിദാസൻ. അദ്ദേഹം സംസ്കൃത ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. His surviving works consist of 3 plays, 2 epic poems and shorter verse. അദ്ദേഹത്തിന്റെ നിലവിലുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് 3 നാടകങ്ങളും 2 എപ്പിക് പോയംസും അതുപോലെ കുറച്ച് ഷോർട്ടർ വേഴ്സുമാണ്. കാളിദാസാസ് എപ്പിക് ആർ കുമാരസംഭവ ആൻഡ് രഘുവംശ. His unparalleled style of writing in manifest in works like Abhijnana Shakuntala and Meghaduta. ഇവിടെ നമുക്ക് രണ്ടാമതൊരു ഓഥറെ കൂടി പഠിക്കാനുണ്ട്, ആർതർ വില്യം റൈഡർ. അദ്ദേഹമാണ് ഈ ഒരു സാൻസ്ക്രിത് പ്ലേ ആയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിഭാഷ ചെയ്തിട്ടുള്ളത്. അതുപോലെ മേഘദൂത എന്ന് പറയുന്ന എപ്പിക് പോയത്തെയും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ സാൻസ്ക്രിത് പ്രൊഫസർ ആയിരുന്നു. ഡ്രമാറ്റിസ് പേഴ്സണെ. ഡ്രമാറ്റിസ് പേഴ്സണെ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം നാടകത്തിലെ കഥാപാത്രങ്ങൾ എന്നതാണ്. കിങ് ദുഷ്യന്ത, ചരിയോട്ടീർ, ശകുന്തള, ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കണ്വ, അനസൂയ, പ്രിയംവദ, ദ ഫ്രണ്ട്സ് ഓഫ് ശകുന്തള. ദുഷ്യന്ത രാജാവ്, അദ്ദേഹത്തിന്റെ ചരിയോട്ടീർ എന്ന് പറഞ്ഞാൽ രഥം ഓടിക്കുന്ന വ്യക്തി, തേരാളി എന്ന് വിളിക്കാം. അടുത്തത് ശകുന്തള, സേജ് കണ്ണോ. കണ്ണോ എന്ന് പറയുന്ന പുരോഹിതൻ അല്ലെങ്കിൽ മഹർഷി, സേജ് മഹർഷി. കണ്വ മഹർഷി എടുത്തു വളർത്തിയ വളർത്തുമകൾ, അതാണ് ഫോസ്റ്റർ ചൈൽഡ്. വളർത്തുമകളാണ് ശകുന്തള. ശകുന്തളയുടെ 2 കൂട്ടുകാർ അല്ലെങ്കിൽ തോഴിമാർ, അനസൂയ ആൻഡ് പ്രിയംവദ. Let's begin the drama. Dushyanta and the deer. Enter the chariot pursuing a deer. King Dushyanta, bow and arrow in hand, and the charioteer. ദുഷ്യന്ത മഹാരാജാവും ഒരു പുള്ളിമാനും. സ്റ്റേജിൽ നമ്മൾ കാണുന്നത് ഒരു ചാരിയോട്ടം, ഒരു രഥം അല്ലെങ്കിൽ ഒരു തേര് കയറി വരുന്നു. ആ തേര് ഒരു ഡീറിനെ, ഒരു മാനിനെ പിന്തുടർന്നാണ് വരുന്നത്. തേരിൽ, രഥത്തിൽ കിങ് ദുഷ്യന്തനുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ബോയും ആരോയും, അമ്പും വില്ലുമുണ്ട്. രഥം ഓടിക്കാൻ ഒരു ചാരിയോട്ടീറുമുണ്ട്, ഒരു തേരാളിയുമുണ്ട്. ചാരിയോട്ടീർ: ലുക്കിംഗ് അറ്റ് ദ കിങ് ആൻഡ് ദ ഡിയർ. യുവർ മെജസ്റ്റി, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ വിത്ത് എ ഷാഫ്റ്റ് ടു എൻഡ് ഹിസ് റേസ്. ചാരിയോട്ടീർ രാജാവിനെയും മുന്നിലോടുന്ന മാനിനെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, യുവർ മെജസ്റ്റി, അല്ലയോ പ്രഭു, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ. സ്പോട്ടഡ് ഡിയർ എന്ന് പറഞ്ഞാൽ പുള്ളിമാൻ എന്നാണ് അർത്ഥം. തേരാളി വളരെ ബഹുമാനത്തോടു കൂടി വിളിക്കുന്നു, യുവർ മെജസ്റ്റി, അല്ലയോ പ്രഭു, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ വിത്ത് ഷാഫ്റ്റ് ടു ദ എൻഡ് ഹിസ് റേസ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആരോ എന്നാണ്, അമ്പ്. അപ്പൊ അവന്റെ റേസ്, ഓട്ടം അവസാനിപ്പിച്ചുകൊണ്ട്, ആ മാനിന്റെ ഓട്ടം അവസാനിപ്പിച്ചുകൊണ്ട്, അങ്ങയുടെ അസ്ത്രം കൊണ്ട്, അമ്പ് കൊണ്ട് ആ മാനിന്റെ ഓട്ടം
അവസാനിപ്പിക്കുകയല്ലേ, അങ്ങനെ ഈ ഒരു വേട്ട അവസാനിക്കുമല്ലോ. കിങ്, ചാരിയോട്ടിയർ, the deer has led us long chase and even now. അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ലയോ ചാരിയോട്ടിയർ, തേരാളി, ദ ഡീർ, ആ മാന് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ലീഡസ് ലോങ് ചേസ്, കുറെ നേരമായല്ലോ നമ്മളെ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ മാൻ നമ്മളെ ഇട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആൻഡ് ഈവൻ നൗ, ഇപ്പോഴും his neck in the beauty bend as backward look he sends at my pursuing car എന്നാണ്. ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻഡ്, മനോഹരമായിട്ടുള്ള ആ മാന് തന്റെ മനോഹരമായ ആ കഴുത്ത് ബെൻഡ് ചെയ്തുകൊണ്ട്, തിരിച്ചുകൊണ്ട്, ടു ലുക്ക് ബാക്ക്വേർഡ്, അത് തിരിഞ്ഞ് നമ്മളെ നോക്കുന്നുണ്ട്. മുന്നോട്ട് അത് ഓടുമ്പോൾ മനോഹരമായ അതിന്റെ കഴുത്ത് തിരിച്ചുകൊണ്ട് നമ്മളെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യാണ്? മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് മൈ പർസ്യൂയിങ് കാർ, ഇവിടെ കാർ എന്ന് പറയുന്നത് ചാരിയോട്ടാണ്, രഥമാണ് ഇവിടെ കാർ എന്ന് പറയുന്നത്. ദാറ്റ് ത്രെട്ടൻസ് ഡെത്ത് ഫ്രം ഫാർ, ഫിയർ ഷ്രിങ്ക് ടു ഹാഫ് ദ ബോഡി സ്മാൾ. അപ്പൊ നമ്മുടെ രഥം അതിനെ പിന്തുടരുകയാണെങ്കിലും അപ്പോഴും ആ മാൻ ഓടുന്നതിനിടയിൽ അതിന്റെ മനോഹരമായ കഴുത്ത് തിരിച്ചുകൊണ്ട്, തല തിരിച്ചുകൊണ്ട് നമ്മളെ നോക്കിയിട്ട് അത് ഡെത്തിൽ നിന്ന്, അതിന്റെ മരണത്തിൽ നിന്ന് അതിവേഗം, മരണഭീഷണിയിൽ നിന്ന് അതിവേഗം അത് ഓടി മറയാൻ ശ്രമിക്കുകയാണ്. ദ ഫിയർ ഷ്രിങ്ക് ടു ഹാഫ് ദ ബോഡി സ്മാൾ, ഭയം ആ മാനിനെ, തന്റെ ശരീരത്തെ ഷ്രിങ്ക്, ചുരുക്കിയിട്ടുണ്ട്, അതിന്റെ ശരീര വലുപ്പത്തെ, അതിന്റെ ഭയം, മരണഭയം അതിനെ വളരെയധികം ചുരുക്കിക്കളഞ്ഞിരിക്കുന്നു. സി ഹൗ ഹി ഫിയേഴ്സ് ദ ആരോ ഓഫ് ഫാൾ, നോക്കൂ, ഈ അമ്പ് കൊണ്ട് അസ്ത്രമേറ്റ് അത് കൊല്ലപ്പെടും എന്നുള്ള അതിന്റെ ഭയം അതിനെ എത്രത്തോളമാണ് അതിന്റെ ശരീരത്തെ ഷ്രിങ്ക് ചെയ്തിരിക്കുന്നത്, ചുരുക്കിക്കളഞ്ഞിരിക്കുന്നത്. ദ പാത്ത് ഹി ടേക്സ് ടു ഈസ് ട്രീഡ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഹാഫ് ച്യൂഡ്, ഹി ലീഡ്സ് സോ ഓഫൺ ആൻഡ് സോ ഹൈ, ഹി ഡസ് നോട്ട് സീം ടു റൺ ബട്ട് ഫ്ലൈ, pursue as I may, I can hardly keep him in sight. അപ്പൊ ഇവിടെ ഈ പറയുന്ന വരികൾ പലപ്പോഴും പോയിറ്റിക് ആണ്, ഒരു കവിത എഴുതിയതുപോലെയാണ് ഇവിടെ പറയുന്നത്. ദ പാത്ത് ഹി ടേക്സ് ട്യൂഡ്, നമ്മുടെ മാന് ഓടുമ്പോ അത് ഓടാൻ ഉപയോഗിക്കുന്ന ആ വഴി അല്ലെ, അത് ഓടിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിലെ ബ്ലേഡ്സ് ഓഫ് ഗ്രാഫ് ഹാഫ് ച്യൂഡ് എന്ന പുല്ല്, ആ പുല്ല് എന്ത് ചെയ്തിട്ടുണ്ട്? ഹാഫ് ച്യൂഡ് ആണ്. പുൽനാമ്പുകളൊക്കെ പാതി ചവച്ച് കടിച്ച് തുപ്പിക്കൊണ്ടാണ് അത് ഓടുന്നത്. അപ്പൊ അതിങ്ങനെ സ്ട്രീവ്ഡ്, അതിങ്ങനെ സ്പ്രെഡ്, അതിങ്ങനെ പരന്നു കിടക്കുന്നു മാൻ ഓടുന്ന സ്ഥലത്ത് കൂടെ. അപ്പൊ ആ മാനിന്റെ പിറകെയാണ് രഥം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ മാൻ ഓടുന്ന ആ വഴി പറയാണ്, ആ വഴിയിൽ എന്താണ്? പുല്ലിങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. ആ പുൽനാമ്പുകള് മാന് കടിച്ചിട്ട് അത് തുപ്പിയതാണ്. അപ്പൊ അത് ച്യൂഡാണ്, പാതി ചവച്ചരച്ച് തുപ്പിക്കളഞ്ഞതുപോലെയാണ് പുല്ലുകൾ ചിതറിക്കിടക്കുന്നത്. ഹി ലീഡ്സ് ആൻഡ് സോ ഓഫൺ സോ ഹൈ, ആ മാന് വെറുതെ ഓടുകയല്ല. എങ്ങനെയാ ഓടുന്നത്? ലീഡ്സ് ഓഫൺ സോ ഹൈ, ചിലപ്പോഴൊക്കെ കുതിച്ചു ഉയരത്തിൽ ചാടുന്നുണ്ട്, കാരണം അത്രയും ഫ്രാൻറ്റിക് ആണ്, പേടിച്ചുകൊണ്ടാ. അപ്പൊ ചാടി ചാടി ഓടുകയാണ്. ഇറ്റ് ഡസ് നോട്ട് സീം ടു റൺ ബട്ട് ഫ്ലൈ, അത് ഓടുകയാണെന്നല്ല തോന്നുന്നത്, ബട്ട് ടു ഫ്ലൈ, ആ മാൻ പറക്കുന്നത് പോലെയാണ് ഓടുന്നത് എന്ന്. പെർസ്യൂ ആസ് ഐ മേ, നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയാണ് അല്ലെ, പിന്തുടരുകയാണ്. പക്ഷെ ഐ ക്യാൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ സൈറ്റ്, എനിക്കിപ്പോ അതിനെന്തില്ല, അതിനെ എന്റെ കണ്ണുകളിൽ നിലനിർത്താൻ സാധിക്കില്ല. കാണാൻ ഹാർഡ്ലി എന്നാണ് അല്ലെ, എനിക്ക് കാണാൻ തന്നെ കഴിയുന്നില്ല, അത്ര വേഗം അത് നമ്മുടെ മുമ്പിൽ ഓടി മറയുകയാണല്ലോ, നമുക്കതിനെ കിട്ടില്ല, പിന്തുടരാൻ കഴിയില്ല എന്നാ തോന്നുന്നത് എന്ന് രാജാവ് പറയും. Your Majesty, I have been holding the horse back because the ground was rough. This gave the deer a lead. Now we are on level ground and you will easily overtake him. അപ്പൊ ചാരിയോട്ട് പറയാണ്, യുവർ മെജസ്റ്റി, പ്രഭു, ഐ ഹാവ് ബീൻ ഹോൾഡിംഗ് ഹോഴ്സ് ബാക്ക്. ഹോൾഡിംഗ് ഹോഴ്സ് ബാക്ക് എന്നാണ്, കുതിരകളെ ഞാൻ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്ലോ ആക്കിയിട്ട് പതുക്കെയാണ് ഞാൻ ഓട്ടിയിരുന്നത്. കാരണം ദ ഗ്രൗണ്ട് വാസ് റഫ്, നമ്മളിപ്പോ പോകുന്ന ഇതുവരെ പിന്തുടർന്ന വഴി എന്തായിരുന്നു? റഫാണ് അല്ലെ, ദുർഘടമായ പാതയാണ്, കല്ലും മുള്ളൊക്കെ നിറഞ്ഞതാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പാതയല്ല.
അതുകൊണ്ട് തന്നെ ചാരിയോട്ട് മറയാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പതുക്കെയാണ് ഓടിച്ചത്. ദിസ് ഗേവ് ദ ഡിയർ ലീഡ്. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഓടുന്ന മാനിന് അതിവേഗം നമ്മളെക്കാൾ മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞത്. നൗ വി ആർ ഓൺ ദ ലെവൽ ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവൽ ആയിട്ടുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്, നല്ല മിനുസമുള്ള പ്രതലത്തിൽ എത്തിയിട്ടുണ്ട്. യു വിൽ ഈസിലി ഓവർടേക്ക് ഹിം. പ്രഭു, ഇനി അങ്ങേക്ക് അവനെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മറികടക്കാൻ കഴിയും, നമുക്കതിനെ പിടിക്കാൻ കഴിയും. ദ വാണിംഗ്, അവിടെ ഒരു വാണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അശരീരി പോലെ അന്തരീക്ഷത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങുന്നു, ഒരു മുന്നറിയിപ്പ്. ദ വോയിസ് ബിഹൈൻഡ് ദ സീൻ. ഇത് പശ്ചാത്തലത്തിൽ നിന്ന്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമായിരിക്കണം എന്നാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഓ കിങ്, ദിസ് ഡീർ ബിലോങ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. അപ്പൊ ആ ശബ്ദത്തിലൂടെ എന്താ കേൾക്കുന്നു? അല്ലയോ രാജാവേ, ഈ പുള്ളിമാൻ എന്ന് പറയുന്നത് ഹെർമിറ്റേജിലെ ആശ്രമത്തിലേതാണ്. മസ്റ്റ് നോട്ട് ബി കിൽഡ്, അതിനെ കൊല്ലാൻ പാടില്ല. അപ്പൊ പണ്ട് കാലത്ത് വനങ്ങളിലാണ് പുരോഹിതന്മാര്, മഹർഷിമാര്, ഋഷിമാര് താമസിച്ചിരുന്നത്. അപ്പൊ ആ ഋഷിമാര് വനത്തിലെ മൃഗങ്ങളോട് കൂടെ വളരെ ഇണങ്ങി ജീവിച്ചിരുന്നവരാണ്. അപ്പൊ അത്തരം മൃഗങ്ങളെ അവർ പലപ്പോഴും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോ ഇത് ആ ഒരു ആശ്രമത്തിലെ ഋഷി താമസിക്കുന്ന, മുനിമാർ താമസിക്കുന്ന, പുരോഹിതന്മാർ താമസിക്കുന്ന ആ ഒരു ആശ്രമത്തിലേതാണ്, അതിനെ കൊല്ലരുത് എന്നാണ് ശബ്ദം. ചരിയോട്ടിയർ ലിസണിങ്, നമ്മുടെ തേരാളി അത് ശ്രദ്ധിക്കുന്നു. യുവർ മെജസ്റ്റി, ഹിയർ ആർ 2 hermits who have come to save the deer just when your arrow is about to fall. അല്ലയോ പ്രഭു, ഇവിടെ ഏതാ 2 ഹെർമിറ്റ്സ്, 2 പുരോഹിതന്മാര്, 2 സേജുകൾ, 2 മുനിമാർ എത്തിയിരിക്കുന്നു, ഋഷിമാര്. ഹു ഹാവ് കം ടു സേവ് ദ ഡീർ, അവർ വന്നിരിക്കുന്നത് എന്തിനാണ്? ആ മാനിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് വെൻ യുവർ ആരോ വാസ് അബൌട്ട് ടു കിൽ ഇറ്റ്, അല്ലെ, ടു ഫാൾ ഇറ്റ് എന്നാണ്. അതായത് ഫാൾ എന്ന് പറയുന്നത് ഇവിടെ കിൽന, നിങ്ങളുടെ പ്രഭു അങ്ങയുടെ അമ്പ് കൊണ്ട് അങ്ങ് അതിനെ വധിക്കുന്നതിന് മുമ്പ് അതിനെ രക്ഷിക്കാൻ അവർ എത്തിയിരിക്കുകയാണ്. കിങ് ഹേസ്റ്റ്ലി സ്റ്റോപ്പ് ദ ചാരിയോട്ട്. അപ്പൊ രാജാവ് ഹേസ്റ്റ്ലി തിടുക്കത്തിൽ പറഞ്ഞു, സ്റ്റോപ്പ് ദ ചാരിയോട്ട്, രഥം നിർത്തു എന്ന് പറഞ്ഞു. ചാരിയോട്ടിയർ, യെസ് യുവർ മെജസ്റ്റി, അങ്ങനെയാവട്ടെ പ്രഭു. ഹി ഡസ് സോ എൻറ്റർ എ ഹെർമിറ്റ് വിത്ത് ഹിസ് പീപ്പിൾ. ഈ സമയം, രഥം നിൽക്കുന്ന സമയം, ഒരു പുരോഹിതൻ, ഒരു ഋഷി അവിടേക്ക് കയറി വരുന്നു. വിത്ത് ഹിസ് പീപ്പിൾ, അദ്ദേഹത്തിന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഹെർമിറ്റ് ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ്, ആ മുനി തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട്, ഓ കിങ്, ദിസ് ഡീർ ബിലോങ് ടു ദ ഹെർമിറ്റേജ്. അല്ലയോ രാജാവേ, ഈ മാൻ ഞങ്ങളുടെ ആശ്രമത്തിലേതാണ്. വൈ ഷുഡ് ഹിസ് ടെൻഡർ ഫോം എക്സ്പയർ ആസ് ബ്ലോസം പെരിഷ് ഇൻ ദി ഫയർ. അപ്പൊ കുറച്ച് ആലങ്കാരികമായിട്ട് പറയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിറ്റിക്കൽ ആയിട്ടുള്ള, കാവ്യപരമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് പറയുന്നത്. വൈ ഷുഡ് ഈ ടെൻഡർ ഫോം എക്സ്പയർ, ഈ ടെൻഡർ ആയിട്ടുള്ള, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, മൃദുവായിട്ടുള്ള അതിന്റെ ഈ ശരീരത്തെ, ജീവിതത്തെ എന്തിനാണ് എക്സ്പയർ ചെയ്യുന്നത്, എന്തിനാണ് ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത്? ആസ് ബ്ലോസം പെരിഷ് ഇൻ ദ ഫയർ. അപ്പൊ ഒരു സിമിലി ഉപയോഗിച്ച്, ഒരു ഉപമ ഉപയോഗിച്ച് പറയാ, ഏതുപോലെ ഒരു പൂവ്, ഒരു ബ്ലോസം പെരിഷ് ഇൻ ദ ഫയർ, അഗ്നിയിൽ, തീയിൽ ഒരു പൂവ് കത്തിയെരിഞ്ഞില്ലാതാവുന്നത് പോലെ എന്തിനാണ് ഈ മൃദുവായ ശരീരമുള്ള, ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാവം മാനിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നത്? ഹൗ കുഡ് ദാറ്റ് ജെന്റിൽ ലൈഫ് എൻഡ്യൂർ ദ ഡെഡ്ലി ആരോ ഷാർപ്പ് ഷുവർ. ഇത്രയും ഷാർപ്പായിട്ടുള്ള, ഇത്രയും മൂർച്ചയുള്ള, കൃത്യതയുള്ള, ഡെഡ്ലി, അല്ലെ, മരണം വിതയ്ക്കുന്ന ഈ അമ്പിനെ എങ്ങനെ ഈ ഒരു ജെന്റിൽ ലൈഫ്, ഈ സൗമ്യമായ ജീവിതം സഹിക്കും? നിങ്ങളുടെ മൂർച്ചയുള്ള ഈ അമ്പിനെ അതിന് സഹിക്കാൻ കഴിയില്ല, അത് ഏൽക്കുമ്പോൾ അത് ചത്തുപോവില്ലേ എന്നാണ്. റിസ്റ്റോർ യുവർ ആരോസ് ടു ദ ക്യൂവർ എന്നാണ്. റിസ്റ്റോർ, അങ്ങയുടെ അമ്പ്, ആരോ, അത് തിരിച്ച് അതിന്റെ അമ്പിന്റെ ആ ഉറയിലേക്ക് തന്നെ വെക്കൂ, ആ ക്യൂവറിലേക്ക് തന്നെ വെക്കൂ. To you were weapon lend the broken hearted to deliver, not to strike the innocent എന്ന. Not strike the innocent, ഒരിക്കലും ഇന്നസെന്റ് ആയിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള ജീവികളെ സ്ട്രൈക്ക് ചെയ്യാനോ, ദ്രോഹിക്കാനോ, കൊല്ലാനോ അല്ല നിങ്ങൾ നിങ്ങളുടെ ആയുധം ഉപയോഗിക്കേണ്ടത്. പകരം ദ വെപ്പൺ, ഈ ആയുധം ആർക്ക് ഉപയോഗിക്കുക? ബ്രോക്കൺ ഹാർട്ട് ടു ഡെലിവർ, അല്ലെ, ആരെങ്കിലും ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടുള്ള, അതായത് ബ്രോക്കൺ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്നവർക്ക്
അവരുടെ രക്ഷയ്ക്കായിട്ട് നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? നിങ്ങളുടെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുക. അവരുടെ രക്ഷയ്ക്കായിട്ട്, അവർക്ക് സഹായം, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട്, അല്ലാതെ നിഷ്കളങ്കരായിട്ടുള്ള ഇത്തരം ജീവജാലങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കരുത് എന്നാണ് ആ ഒരു പുരോഹിതൻ പറയുന്നത്. ബോവിങ് ലോ, രാജാവ് ആ പുരോഹിതന്റെ മുൻപില്, ആ ഋഷിയുടെ മുമ്പിൽ ബോവിങ് ലോ, തല കുനിച്ചു വണങ്ങിയിട്ട്, ഇറ്റ് ഈസ് ഡൺ, അങ്ങനെ ആവട്ടെ, ഞാൻ ഒരിക്കലും അതിനെ കൊല്ലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഹെർമിറ്റ് ജോയ്ഫുള്ളി, അപ്പൊ പുരോഹിതൻ സന്തോഷത്തോടു കൂടി പറയുന്നു, എ ഡീഡ് വർത്തി ഓഫ് യു, നിങ്ങൾ വളരെ വർത്തി ആയിട്ടുള്ള, വാല്യൂ ആയിട്ടുള്ള, മൂല്യമുള്ള ഒരു സൽപ്രവൃത്തി ചെയ്തിരിക്കുന്നു. ഡീഡ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്, പ്രവൃത്തിയാണ്. ഒരു സൽപ്രവൃത്തി ചെയ്തിരിക്കുന്നു. എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്, നിങ്ങൾ എന്താണ്, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. എന്തിന്റെ? എ കിങ്, ഒരു രാജാവ് എങ്ങനെയാവണോ അതിനുള്ള ഏറ്റവും മനോഹരമായ ഉദാഹരണം തന്നെയാണ് അങ്ങയുടെ ജീവിതം എന്ന് സന്തോഷത്തോടു കൂടി ആ പുരോഹിതൻ പറയുകയാണ്. കിങ് ബോവിങ് ലോ, അപ്പോഴും രാജാവ് തലകുനിച്ചു നിന്നുകൊണ്ട്, ഐ ആം താങ്ക്ഫുൾ ഫോർ യുവർ ബ്ലെസ്സിങ്, അങ്ങയുടെ ബ്ലെസ്സിങ്സ്, അങ്ങ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു എന്ന്. ദ ടു ഹെർമിറ്റ്സ്, ഓ കിങ്, വി ആർ ഓൺ അവർ വേ ടു ഗ്യാദർ ഫയർവുഡ് ഹിയർ ഓൺ ദ ബാങ്ക് ഓഫ് മാലിനി. യു മേ സീ ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കണ്വ, ഓവർ വിച്ച് ശകുന്തള presides as our guardian. Pray enter here and receive a welcome. The two hermits, അതേസമയം രണ്ട് പുരോഹിതന്മാരൂടെ പറയാണ്, ഓ കിങ്, അല്ലയോ രാജാവേ, വി ആർ അവർ വേ ടു ഗ്യാദർ ഫയർവുഡ്, ഞങ്ങള് ഫയർവുഡ്, വിറക് ശേഖരിക്കാൻ പോകുന്ന വഴിയാണ്. ഹിയർ ഓൺ ദ ബാങ്ക് ഓഫ് മാലിനി, ഇവിടെ മാലിനി എന്ന് പറയുന്ന നദിയുടെ തീരത്ത്, യു മേ സി, അങ്ങേക്ക് കാണാൻ പറ്റും, ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കണ്വ എന്ന, കണ്വ മഹർഷിയുടെ അദ്ദേഹത്തിന്റെ ഹെർമിറ്റേജ്, അദ്ദേഹത്തിന്റെ ആശ്രമം അങ്ങേക്ക് കാണാം. ഓർ വിച്ച് ശകുന്തള പ്രിസൈഡ്സ് ആസ് അവർ ഗാർഡിയൻ, അവിടെ ആരുടെ സംരക്ഷണത്തില്? ശകുന്തള ഇവിടെ വസിക്കുന്നു. പ്രേ എൻറ്റർ ഹിയർ ആൻഡ് റിസീവ് ആൻഡ് വെൽക്കം, അങ്ങ് ഇവിടേക്ക്, അങ്ങേക്ക് സ്വാഗതം, അങ്ങ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് പ്രവേശിച്ചാലും, അകത്തേക്ക് വന്നാലും, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്നാലും എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. കിങ്, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ? രാജാവ് ചോദിക്കുന്നു, ദ ഹെർമിറ്റ് ഫാദർ അവിടെയുണ്ടോ? അതായത് ആ പുരോഹിതനായ, വൃദ്ധനായ ആ പുരോഹിതൻ കണ്വ മഹർഷി അവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദ ടു ഹെർമിറ്റ്സ്, അപ്പോൾ ആ രണ്ട് ശിഷ്യന്മാരായ ഹെർമിറ്റ്സുകൾ പറയുന്നു, നോ, ഇല്ല. ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ഗസ്റ്റ്സ്, അതിഥികളെ സ്വീകരിക്കാൻ തന്റെ മകളെ ഏൽപ്പിച്ചുകൊണ്ട്, ശകുന്തളയെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. ഹി ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ. സോമതീർത്ഥ ഈസ് എ ഹോളി പ്ലേസ്. അപ്പൊ സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം. കിങ്, വെൽ, ഐ വിൽ സീ ഹർ, ഷീ ഷാൾ സീ മൈ ഡിവോഷൻ ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ടു സേജ്. ഇപ്പൊ രാജാവ് പറഞ്ഞു, തീർച്ചയായും ഞാൻ അവരെ കാണാം, ശകുന്തളയെ കാണാം, ഞാൻ ശകുന്തളയെ എന്റെ ഡിവോഷൻ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ ശകുന്തള അത് ആരെ അറിയിച്ചുകൊള്ളും? ആ പുരോഹിതനെ അറിയിച്ചുകൊള്ളും. ദ ടു ഹെർമിറ്റ്സ്, ദെൻ വി വിൽ ഗോ ഓൺ അവർ വേ. അപ്പോ നമ്മുടെ ഹെർമിറ്റ്സുകൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ യാത്ര തുടരട്ടെ. കിങ്, ദ ചാരിയോട്ടിയർ ഡ്രൈവ് ഓൺ, ദ സേജ് ഓഫ് ദി പയസ് ഹെർമിറ്റ് വിൽ പ്യൂരിഫൈ എസ്. അപ്പോ രാജാവ് ചാരിയോട്ടിയറിനോട് പറയാണ്, അല്ലയോ ചാരിയോട്ടിയർ, തേരാളി, ഡ്രൈവ് ഓൺ, നീ രഥം ഓടിച്ചാലോ. ദ ടു ഹെർമിറ്റ്സ്, ആ രണ്ട് പുരോഹിതന്മാർ പറയുന്നു, ദെൻ വി വിൽ ഗോ ഓൺ അവർ വേ. ശരി, നമുക്ക് നമ്മുടെ യാത്ര തുടരാം എന്ന് പറഞ്ഞ് അവര് വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോകുന്നു. ദ കിങ്, ചാരിയോട്ടിയർ, ഡ്രൈവ് ഓൺ, എ സൈറ്റ് ഓഫ് ദ പയസ് ഹെർമിറ്റേജ് വിൽ പ്യൂരിഫൈ അസ്. രാജാവ് തേരാളിയോട് പറയാണ്, മുന്നോട്ട് തേര്, രഥം ഓടിക്കൂ, നമ്മുടെ ആ മനോഹരമായിട്ടുള്ള ആ പയസ്, അല്ലെ, ഹംബിൾ, നോബിൾ, ആ മഹത്തരമായിട്ടുള്ള ആ ഒരു ഹെർമിറ്റേജ്, ആ ഒരു ആശ്രമം നമ്മുടെ ആത്മാവിനെയും പ്യൂരിഫൈ ചെയ്യും, നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കും, അല്ലെ, നമുക്ക് അങ്ങോട്ട് പോവാം. ചാരിയോട്ടിയർ, യെസ് യുവർ മെജസ്റ്റി, അതേ പ്രഭു. കിങ്, ലുക്കിംഗ് അബൌട്ട്, one would know without being told that this is the Persian of a pious grove. അപ്പോ രാജാവ് ഇങ്ങനെ മുന്നോട്ട് നോക്കിക്കൊണ്ട് പറയാണ്, ആ ഹെർമിറ്റേജ് നോക്കിയിട്ട് പറയാണ്, എന്താണ്? വൺ വുഡ് നോ വിത്തൗട്ട് ബീങ് ടോൾഡ്, പറയാതെ തന്നെ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതെന്താണ്, ഇതൊരു ഗ്രോവ് ആണ്, ഈ ഒരു മനോഹരമായ ഈ ഉദ്യാനമാണിത്, അല്ലെ. ഗ്രോവ് എന്ന് പറഞ്ഞാല് ഒരു തോട്ടം എന്നാണ്, അല്ലെ. ഫലവൃക്ഷ ചെടികളും പൂക്കളും ചെടികളും ഒക്കെയുള്ള ഒരു തോട്ടമാണ് ഗ്രോവ്.
ഒരു വനമാണ് എന്നാണ്. പയസ് ഗ്രോ എന്ന അതി നോബിൾ മഹത്തരമായ ഒരു ഉദ്യാനം തന്നെയാണ്, ഒരു വനം തന്നെയാണിത്. ചാരിയോട്ടർ, ഹൗ സോ കിങ്, ഡു യു നോട്ട് സീ വൈ ഹിയർ are rice grains dropped from the bills of parrot chicks beneath the trees. The pounding stones were sticks. ചരിയോട്ടിയർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങേക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? ഇത് വളരെ ഭയസ് ഗ്രോവ് ആണെന്ന് പറയാൻ. അപ്പൊ രാജാവ് പറയാ, ഡോണ്ട് യു സീ, നീ കാണുന്നില്ലേ, നീ ഡു യു നോട്ട് സീ വൈ ഹിയർ, എന്തുകൊണ്ടാന്ന് നിനക്ക് മനസ്സിലായില്ലേ? നോക്കൂ, ആ റൈസ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ് ബിനീത് ദ ട്രീസ്. ആ മരത്തിന്റെ ചുവട്ടിൽ തത്തക്കുഞ്ഞുങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് താഴോട്ട് വീണ അരിമണികൾ നീ കാണുന്നില്ലേ? ആൻഡ് ദ പൗണ്ടിങ് സ്റ്റോൺസ് വേർ സ്റ്റിക്സ്. എ ലിറ്റിൽ അൽമോണ്ട് ഓയിൽസ്. അൽമോണ്ട് എന്ന് പറഞ്ഞാൽ ബദാമാണ്. അപ്പൊ ബദാം കല്ലുകൾ കൊണ്ട് കുത്തിയിട്ട് ഇടിച്ചിട്ട് അതിന്റെ ഓയിൽ, അതിന്റെ എണ്ണ എടുത്തത് നീ കാണുന്നില്ലേ? ആൻഡ് ദ ട്രസ്റ്റ്ഫുൾ ഡിയർ ഡു നോട്ട് റൺ അവേ ആസ് വി ഡ്രൂ നിയർ. നമ്മൾ വളരെ ഡ്രോ നിയർ, അടുത്തേക്ക് ചെന്നിട്ടും മനുഷ്യനെ വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ള ആ മാൻകുഞ്ഞുങ്ങൾ ഒരിക്കലും ഓടിപ്പോവാത്തത് നീ കാണുന്നില്ലേ? അപ്പൊ മനുഷ്യൻ അത്ര വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ അത്രയും പ്രൊട്ടക്റ്റഡ് ആണ്, സംരക്ഷണമുള്ള, എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റുന്ന, കോ എക്സിസ്റ്റഡ്, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഈ ചുറ്റുപാട് അത്രയും പ്രിൻസിങ്ക്ട് എന്ന് പറഞ്ഞത്, അല്ലെ? ഈ ചുറ്റുപാട് അത്രയും ഹോളിയാണ്, നോബിളാണ് എന്ന് പറയുന്നത്. ചരിയോട്ടി, ഇറ്റ് ഈസ് ഓൾ ട്രൂ, അങ്ങ് പറയുന്നത് സത്യം തന്നെയാണ്. കിങ്, ആഫ്റ്റർ എ വൈൽ വി മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്, സ്റ്റോപ്പ് ഹിയർ വൈൽ ഐ ഡിസ്മൗണ്ട്. ഇപ്പൊ രാജാവ് പറഞ്ഞു, കുറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്, നമുക്ക് ഈ ആശ്രമത്തെ ഒരിക്കലും ശല്യം ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ പുരോഹിതന്മാരെ നമുക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കാം. ഐ ഡിസ്മൗണ്ട്, ഞാൻ ഡിസ്മൗണ്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ തേരിൽ നിന്ന് താഴോട്ട് ഇറങ്ങാം എന്നാണ്. ഈ ഡിസ്മൗണ്ടഡ് ആൻഡ് ലുക്ക് അറ്റ് ഹിംസെൽഫ്, അദ്ദേഹം താഴോട്ട് ഇറങ്ങി. വൺ ഷുഡ് വെയർ മോഡസ്റ്റ് ഗാർമെന്റ്സ് ഓൺ എൻറ്ററിങ് എ ഹെർമിറ്റേജ്. ടേക്ക് ദീസ് ജ്വൽസ് ആൻഡ് ബോ, ഹി ഗേവ് ദം ടു ദ ചാരിയോട്ടർ. എന്നിട്ട് അദ്ദേഹം സ്വയം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ ഒരു മൊഡസ്റ്റ് ആയിട്ടുള്ള, വളരെ വിനയമുള്ള ഗാർമെന്റ്സ്, വസ്ത്രങ്ങൾ വേണം, ലളിതമായ വസ്ത്രങ്ങൾ വേണം ഒരു ആശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ധരിക്കാൻ. അതുകൊണ്ട് ടേക്ക് ദ ജ്വൽസ് ആൻഡ് ബോസ്, എന്റെ കയ്യിലുള്ള ഈ ഒരു അമ്പും വില്ലും അതുപോലെ ഈ ജ്വൽസ്, ഞാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ഇത് ഇവിടേക്ക് വെക്കൂ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഊരി ചാരിയോട്ടിയർക്ക് നൽകുന്നു. ചാരിയോട്ടിയർ, യെസ് യുവർ മെജസ്റ്റി, അതെ പ്രഭു, അങ്ങനെ ആവട്ടെ. അദ്ദേഹം അതെല്ലാം ഊരിയെടുത്ത് പോകുന്നു. എക്സിറ്റ്. ദ കിങ് വാക്കിംഗ് ആൻഡ് ലുക്കിംഗ് അബൌട്ട്. ഈ രാജാവ് ആ ആശ്രമത്തിന് ചുറ്റും നടന്ന് കാണുകയാണ്. ദ ഹെർമിറ്റേജ്, വെൽ ഐ വിൽ എൻറ്റർ. ശരി, ഞാൻ ഇവിടേക്ക് പ്രവേശിക്കാം. ശകുന്തള ആൻഡ് ജാസ്മിൻ വൈൻ. ശകുന്തളയും മുല്ല വള്ളിയും. എ വോയിസ് ബിഹൈൻഡ് ദ സീൻ, ദിസ് വേ ഗേൾസ്. പശ്ചാത്തലത്തിൽ ശബ്ദം മുഴങ്ങുന്നു, വരൂ കൂട്ടുകാരെ, ഇതുവഴി എന്ന്. കിങ് ലിസണിങ്, രാജാവ് ശ്രദ്ധിക്കുന്നു. ഐ തിങ്ക് ഐ ഹിയർ സംവൺ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രോവ്. എനിക്ക് തോന്നുന്നു ആരോ ഈ ഉദ്യാനത്തിലേക്ക് വരുന്നുണ്ട് എന്ന്. ഹി വാക്സ് ആൻഡ് ലുക്സ് അബൌട്ട്. അദ്ദേഹം നടന്ന് ചുറ്റും നോക്കുന്നു. ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ് ആൻഡ് വിത്ത് വാട്ടറിംഗ് ബോട്ട്സ്. അതെ, ഹെർമിറ്റ് ഗേൾസ് വരുന്നുണ്ട്. ഈ ആശ്രമത്തിലെ പെൺകുട്ടികൾ വരുന്നു. കൈകളിൽ എന്തുണ്ട്? വാട്ടറിംഗ് ബോട്ട്സ്, വെള്ളം നിറഞ്ഞ കുടങ്ങളുണ്ട്. ദേ ആർ കമ്മിങ് ടു ദിസ് ഡിറക്ഷൻ ടു വാട്ടർ ദ യങ് ട്രീസ്. ഈ ചെറിയ വൃക്ഷത്തൈകൾക്കും ചെടികൾക്കും വെള്ളം നനയ്ക്കാനായി ഇങ്ങോട്ട് വരികയാണ്. ഐ വിൽ ഡ്രോ ബാക്ക് ഇൻ ടു ദ ഷെയ്ഡ് ആൻഡ് വെയിറ്റ് ഫോർ ദം. ഞാൻ ഈ മരത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കാം, അവരെ കാത്തു നിൽക്കാം. ഹി സ്റ്റാൻഡ്സ് ഗേസിംഗ് അറ്റ് ദം എൻറ്ററിംഗ് ശകുന്തള ആൻഡ് ഹെർ ടു ഫ്രണ്ട്സ്. അങ്ങനെ അദ്ദേഹം വൃക്ഷത്തിന്റെ മറവിലേക്ക് മറഞ്ഞു നിൽക്കുന്നു. ശകുന്തളയും തന്റെ രണ്ട് കൂട്ടുകാരുമായി അങ്ങോട്ട് കയറി വരുന്നു. അനസൂയ, ഇറ്റ് സീംസ് ടു മീ ഡിയർ, the father cannot care more for the hermitage trees than he does for you. You are delicate as a jasmine blossom, yet he tells you to fill the trenches about the tree. അനസൂയ പറയുകയാണ് ശകുന്തളയോട്, ഫാദർ കണ്ണോ കെയേഴ്സ് മോർ ഫോർ ദ ഹെർമിറ്റേജ് ട്രീ ദാൻ ഹി ഡസ് ഫോർ യു. പിതാവ് കണ്ണു മഹർഷി നിന്നേക്കാൾ കൂടുതൽ ഈ ആശ്രമത്തിലെ
ചെടികളെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ അവരോടാണ് കരുതൽ കൂടുതൽ എന്നാണ്. യു ആർ ഡെലിക്കേറ്റ് ആസ് ജാസ്മിൻ ബ്ലോസംസ്, എന്നാൽ നീ ശരിക്കും പറഞ്ഞാൽ ഒരു മുല്ലപ്പൂവിനെ പോലെയാണ്. യെറ്റ് ഹി ടെൽസ് യു ഫിൽ ദ ട്രെഞ്ചസ് അബൌട്ട് ദ ട്രീ, എന്നിട്ടും മുല്ലപ്പൂ പോലെയുള്ള നിന്നോട് അദ്ദേഹം എന്തു പറയുകയാണ്? വളരെ കഠിനമായ ജോലികൾ ചെയ്യാൻ പറയുകയാണ്, അല്ലെ? ഈ മരങ്ങൾക്കൊക്കെ എന്ത് ചെയ്ത് തടം കെട്ടിയിട്ട് അതിൽ നിറയെ വെള്ളം നിറയ്ക്കാൻ പറയുകയാണ്. ശകുന്തള, ഓ ഇറ്റ് ഈസ് നോട്ട് ഫാദേഴ്സ് ബിഡിങ്, ഐ ഫീൽ ലൈക്ക് എ റിയൽ സിസ്റ്റർ ടു ദം. അപ്പൊ ശകുന്തള അതിന് മറുപടി നൽകുകയാണ്, ദിസ് ഈസ് നോട്ട് ഫാദർ ബിഡിങ്, ഇതൊന്നും പിതാവിന്റെ ബിഡിങ് അല്ല, ആജ്ഞയല്ല, ഓർഡർ അല്ല ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഐ ഫീൽ ലൈക്ക് എ റിയൽ സിസ്റ്റർ ദം, ഈ മരങ്ങളെയൊക്കെ ഞാൻ എൻ്റെ സിസ്റ്ററിനെ പോലെയാണ് കരുതുന്നത്. ഷീ വാട്ടർ ദ ട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തൈകൾക്ക് വെള്ളമൊഴിക്കുന്നു. പ്രിയംവദ, ശകുന്തള, we have watered the trees that blossom in summer time. Now let's sprinkle those whose flowers time in past. That will be better deed, because we shall not be working for reward. പ്രിയംവദ ശകുന്തളയോട് പറയുന്നു, ശകുന്തള, we have watered the trees that blossom in summer time. സമ്മർ, വേനൽക്കാലത്ത് നമുക്ക് പൂക്കൾ നൽകിയിട്ടുള്ള ചെടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളമൊഴിക്കാം, അല്ലേ? നൗ ലെറ്റ് സ്പ്രിങ്കിൾ ദോസ് ഹൂസ് ഫ്ലവറിംഗ് ടൈം ഈസ് പാസ്റ്റ്. ഫ്ലവറിംഗ് ടൈം കഴിഞ്ഞതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പൂക്കാലം കഴിഞ്ഞതിനൊക്കെ നമുക്ക് വെള്ളം ജസ്റ്റ് തളിച്ചാൽ പോരെ. ദാറ്റ് വിൽ ബി എ ബെറ്റർ ഡീഡ്, അതായിരിക്കും വളരെ നല്ലത്. ബിക്കോസ് വി ഷാൾ നോട്ട് ബി വർക്കിംഗ് ഫോർ റിവാർഡ്, കാരണം നമുക്ക് റിവാർഡ് ഒന്നും കിട്ടുന്നില്ലല്ലോ, പ്രതിഫലം ഒന്നും കിട്ടുന്നില്ലല്ലോ ഇത് ചെയ്യുന്നതിന്. അപ്പൊ പൂക്കൾ തന്നവയ്ക്ക് നല്ല വെള്ളം കൊടുക്കാം, പൂക്കാലമൊക്കെ കഴിഞ്ഞുകൊണ്ട് അവയ്ക്കൊന്നും, ചില ചെടികൾക്കൊന്നും ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുത്താൽ പോരെ. ശകുന്തള, വാട്ട് എ പ്രെറ്റി നോഷൻ ഷീ ഡസ് സോ. എന്ത് മനോഹരമായ ചിന്ത അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് അപ്രകാരം ചെയ്യുകയാണ്. ദ കിങ് ടു ഹിംസെൽഫ്, ഇത് കണ്ടുകൊണ്ടിരുന്ന മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിന്ന രാജാവ് ദുഷ്യന്ത സ്വയം പറയുന്നു, ഓ ദിസ് ഈസ് കണ്വാസ് ഡോട്ടർ, അപ്പോൾ ഇതാണ് കണ്വ മഹർഷിയുടെ മകൾ. ശകുന്തള ലുക്കിംഗ് ഹെഡ്, ശകുന്തള മുകളിലേക്ക് നോക്കുന്നു. ഓ ഗേൾസ്, ദാറ്റ് മാംഗോ ട്രീ ഈസ് ട്രൈങ് ടു ടെൽ മീ സംതിങ് വിത്ത് ഹിസ് ബ്രാഞ്ചസ് ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്. ഐ മസ്റ്റ് ഗോ ആൻഡ് സീ ഹിം. നോക്കിക്കൊണ്ട് പറയും, നോക്കൂ, അതാ ആ മാംഗോ ട്രീ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ, അതിന്റെ ചില്ലകൾ വിരലുകളെ പോലെ അനങ്ങുന്നു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഹി ഡസ് സോ എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് പോകുന്നു. പ്രിയംവദ, ദർ ശകുന്തള സ്റ്റാൻഡ് റൈറ്റ് വെർ യു ആർ എ മിനിറ്റ്. ശകുന്തള, വൈ? പ്രിയംവദ, വെൻ ഐ സീ യു ദർ ഇറ്റ് ലുക്സ് ആസ് ഇഫ് എ വൈൻ വേർ ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ. അപ്പോൾ ശകുന്തള പറയുന്നു, പ്രിയംവദ ശകുന്തളയോട് പറയുന്നു, ശകുന്തള ഒരു മിനിറ്റ് അവിടെ നിൽക്കൂ. ശകുന്തള, എന്തുകൊണ്ട്? പ്രിയംവദ, വെൻ ഐ സീ യു ദർ, നിന്നെ അവിടെ കണ്ടപ്പോ ഞാൻ മറ്റൊരു കാര്യം കൂടി കണ്ടു. എന്താണ്? ഇഫ് എ വൈൻ വർ ക്ലീനിങ് ടു ദ മാംഗോ ട്രീ, ആ വള്ളിച്ചെടി മാവിലേക്ക് പറ്റിപ്പിടിച്ച് കയറുന്നുണ്ടല്ലോ. അനസൂയ, ഓ ശകുന്തള, ഹിയർ ഈസ് ദ ജാസ്മിൻ വൈൻ ദാറ്റ് യു നെയിം ലൈറ്റ് ഓഫ് ദ ഗ്രോ. അപ്പോൾ അനസൂയ പറഞ്ഞു, അല്ലയോ ശകുന്തളെ, നിന്റെ മുല്ലവള്ളി ഇതാ, നീ ലൈറ്റ് ഓഫ് ഗ്രോ എന്ന് വിളിച്ചിട്ടുള്ള ആ മുല്ലവള്ളി ഇല്ലേ, ആ മുല്ലവള്ളി ഇപ്പൊ മാവിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഷീ ഹാസ് ചൂസൺ ദ മാംഗോ ട്രീ ആസ് ഹർ ഹസ്ബൻഡ്. ആ മുല്ലവള്ളി മാവിനെ തന്റെ ഹസ്ബൻഡായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ശകുന്തള, ഐ സീ വൈ ദേ കാൾ യു ദ ഫ്ലാറ്ററർ. പുകഴ്ത്തുന്നവൾ എന്നൊക്കെ വിളിക്കുന്നത്. കിങ്, ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ. ഹെർ ആംസ് ആർ ടെൻഡർ ഷൂട്ട്സ്. Her lips are blossoms of red and warm. Bewitching youth begin to flower in beauty on her form. രാജാവ്, മരത്തിന്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന രാജാവ്, ദ ഫ്ലാറ്ററി ഈസ് ട്രൂ, നീ പറയുന്ന ഫ്ലാറ്ററി, ഈ പുകഴ്ത്തലുകൾ, ഈ മുഖസ്തുതി അല്ലെ, വളരെ സത്യസന്ധമാണ്. ഹെർ ആംസ് ആർ ടെൻഡർ ഷൂട്ട്സ്, അവളുടെ കൈകള് തളിരിലകൾ പോലെയാണ്. ആൻഡ് ഹെർ ലിപ്സ് ആർ ബ്ലോസം റെഡ് ആൻഡ് വാംസ് എന്നാണ്. അവളുടെ ചുണ്ടുകള് പൂക്കളെ പോലെ ചുവന്ന് തുടുത്തതാണ്. ബിവിച്ചിങ് യൂത്ത് ബിഗിൻ ദ ഫ്ലവർ ടു ഫ്ലവർ ബ്യൂട്ടി ഓൺ ഹെർ ഫോംസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ മനോഹരമാണ് അവളെ കണ്ടാൽ എന്ന്. ശകുന്തള,
approaching and looks at it joyfully. What a pretty pair they make. Jasmine shows her youth in her fresh flowers, and the mango tree shows his strength in his ripening fruit. She stand gazing at them. ശകുന്തള ആ ചെടിയുടെ അടുത്തേക്ക്, മരത്തിന്റെ മാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, സന്തോഷത്തോടു കൂടി പറയുന്നു, വാട്ട് എ പ്രെറ്റി പെയർ ദേ മേക്ക്, എന്തൊരു നല്ല ജോഡിയാണ് ഇവർ. ദ ജാസ്മിൻ ഷോസ് ഹർ യൂത്ത് ഇൻ ഹർ ഫ്രഷ് ഫ്ലവേഴ്സ്. നമ്മുടെ ജാസ്മിൻ ഫ്ലവർ അല്ലെങ്കിൽ മുല്ല ചെടി മനോഹരമായ പൂക്കൾ നൽകിക്കൊണ്ട് തന്റെ യൂത്ത്, അതിന്റെ യൗവനം അറിയിച്ചിരിക്കുന്നു. മാവ് തന്റെ കരുത്ത് നല്ല പഴുത്തു തുടുത്ത മാമ്പഴം നൽകിക്കൊണ്ട് തന്റെ കരുത്ത് അറിയിച്ചിരിക്കുന്നു. ഷീ സ്റ്റാൻഡ് ഗേസിംഗ് അറ്റ് ദം. അനസൂയ, ലുക്ക് ശകുന്തള, ഹിയർ ഈസ് ദ സ്പ്രിംഗ് ക്രീപ്പർ the father cannot tend with his own hand just as he did you. You are forgetting her. ഈ സമയം അനസൂയ ശകുന്തളയോട് പറയുന്നത്, ശകുന്തള നോക്കൂ, ഇവിടെ നോക്കൂ, നീ സ്പ്രിംഗ് ക്രീപ്പർ, ഈ വള്ളിച്ചെടിയെ നോക്കൂ. ഫാദർ കണ്ണ് വളരെ ടെൻഡഡ് അല്ലെ, വളരെ ശ്രദ്ധാപൂർവം പരിചരിക്കുന്ന, തന്റെ കൈകൾ കൊണ്ട് പരിചരിക്കുന്നവയാണിത്. നീ ഇവയെ മറന്നുപോയോ? ശകുന്തള ഗോസ് ടു ദ ക്രീപ്പർ, ലുക്ക് അറ്റ് ദ ജോയ്ഫുൾ. ആ വള്ളിച്ചെടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, സന്തോഷത്തോടു കൂടി പറയുന്നു, വണ്ടർഫുൾ വണ്ടർഫുൾ പ്രിയംവദ, ഐ ഹാവ് സംതിങ് പ്ലസന്റ് ടു ടെൽ യു. വളരെ മനോഹരം തന്നെ പ്രിയംവദ, എനിക്ക് നിന്നോടൊരു സന്തോഷം പറയാനുണ്ട്. പ്രിയംവദ, വാട്ട് ഈസ് ഇറ്റ് ഡിയർ? അതെന്താണ്? ശകുന്തള, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ ബട്ട് ദ സ്പ്രിംഗ് കീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ദ വെരി റൂട്ട്. നോക്കൂ, ഇത് സീസൺ അല്ല അല്ലെ, പൂക്കുന്നതോ കായ്ക്കുന്നതോ അല്ല, കാലമല്ലാഞ്ഞിട്ടും ഈ ക്രീപ്പറിൽ നിറയെ, ഈ വള്ളിച്ചെടിയിൽ നിറയെ ബഡ്ഡുകൾ, അതിന്റെ വേര് മുതൽ മുകൾ വരെ മൊട്ടുകൾ, പൂമൊട്ടുകൾ വന്നിരിക്കുന്നു. ദ ടു ഫ്രണ്ട്സ് റണ്ണിങ് അപ്പ്. ശകുന്തളയുടെ രണ്ട് സുഹൃത്തുക്കളും അങ്ങോട്ട് ഓടിയെത്തുന്നു. റിയലി, ഇത് സത്യം തന്നെയാണോ? ശകുന്തള, ഓഫ് കോഴ്സ്, കാന്റ് യു സീ, തീർച്ചയായും, നിങ്ങൾ കാണുന്നില്ലേ? പ്രിയംവദ ലുക്കിംഗ് അറ്റ് ജോയ്ഫുൾ. പ്രിയംവദ സന്തോഷത്തോടു കൂടി നോക്കിക്കൊണ്ട് പറയുന്നു, ആൻഡ് ഐ ഹാവ് സംതിങ് പ്ലസന്റ് ടു ടെൽ യു, യു ആർ ബി മാരീഡ് സൂൺ. എനിക്ക് നിന്നോട് ഒരു സത്യം പറയാനുണ്ട്. എന്താണെന്നോ? നീ അധികം വൈകാതെ വിവാഹിതയാവും. അനസൂയ, പ്രിയംവദ, ദാറ്റ് ഈസ് വൈ ശകുന്തള വാട്ടേഴ്സ് ദ സ്പ്രിംഗ് ക്രീപ്പർ സോ ലവിംഗ്ലി. അനസൂയ പറഞ്ഞു, പ്രിയംവദ, അതുകൊണ്ടാണ് ശകുന്തള വളരെ സ്നേഹത്തോടു കൂടി ഈ വള്ളിച്ചെടിക്ക് വെള്ളമൊഴിക്കുന്നത്. ശകുന്തള, ഷീ ഈസ് മൈ സിസ്റ്റർ, വൈ ഷുഡിന്റ് ഐ ഗീവ് ഹർ വാട്ടർ? അപ്പൊ ശകുന്തള പറഞ്ഞു, അവൾ എന്റെ സഹോദരിയല്ലേ, അല്ലെങ്കിൽ ഞാൻ അതിന് വെള്ളം കൊടുക്കോ? ഷീ ടിപ്സ് ഹർ വാട്ടറിംഗ് പോട്ട്. ദ ബി അറ്റാക്ക്. വണ്ടിന്റെ ആക്രമണം. ശകുന്തള, ഓഹോ, എ ബി ഹാസ് ലെഫ്റ്റ് ദ ജാസ്മിൻ വൈൻ ഈസ് ഫ്ലൈയിങ് ഇൻ ടു മൈ ഫേസ്. ഓ, ആ മുല്ലച്ചെടിയിൽ നിന്ന്, മുല്ലവള്ളിയിൽ നിന്നുള്ള ആ വണ്ട്, അത് എനിക്ക് നേരെയാണല്ലോ വരുന്നത്. ഷീ അപ്പിയേഴ്സ് അനോയ്ഡ് ബൈ ദ ബി. അങ്ങനെ ഒരു വണ്ട് അവളെ ശല്യം ചെയ്യാൻ വരുന്നു, അവൾക്ക് ദേഷ്യം വരുന്നു. ഓ ഗേൾ, സേവ് മീ ഫ്രം ദ ഡ്രെഡ്ഫുൾ ബി. ഈ ദുഷ്ടനായ വണ്ടിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. അനസൂയ ആൻഡ് പ്രിയംവദ സ്മൈലിംഗ്. ഹു ആർ വി സേവ് യു? കാൾ അപ്പോൺ കിങ് ദുഷ്യന്ത, ഹി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഗ്രോ. അനസൂയയും പ്രിയംവദയും ചിരിച്ചുകൊണ്ട് പറയുന്നു, ഹു ആർ വി ടു സേവ് യു? നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ ആരാണ്? നീ ദുഷ്യന്ത രാജാവിനെ വിളിച്ചോ. ഹി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഗ്രൂപ്പ്. ഈ ഉദ്യാനത്തിന്റെ, ഈ വനത്തിന്റെ തന്നെ സംരക്ഷകനല്ലേ അദ്ദേഹം. നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു അഡാപ്റ്റഡ് പാർട്ടാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഭാഗമേ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആക്ടിവിറ്റി വർക്ക്സുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.